ഈ രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇവിടെ നടക്കുന്നില്ല. അത് നടത്താനും ഏറ്റെടുക്കാനും ആളില്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരു സ്റ്റേറ്റ് ഫ്രാഞ്ചൈസി ലീഗ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മികച്ച താരങ്ങളെ അണിനിരത്തി നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. സൂപ്പർ ലീഗ് കേരള അത്തരത്തിൽ ഇതുവരെ ആർക്കും അനുകരിക്കാൻ കഴിയാത്ത വിധം അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളാണ് ഇന്ത്യൻ ഫുട്ബോളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ബംഗാളിൽ ഫുട്ബോൾ ലീഗ് നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. കൊൽക്കത്ത ഫുട്ബോൾ ലീഗിനെയൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് പറയണം. പക്ഷേ താരമൂല്യമുള്ള താരങ്ങളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സൂപ്പർ ലീഗ് കേരള കേവലം രണ്ടാമത്തെ സീസണിൽ തന്നെ ഞങ്ങൾ ഗ്രേറ്റ് ആണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഈ സൂപ്പർ ലീഗ് കേരള വിജയം തന്നെ ആണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരാം. കാരണം എല്ലാ ഗാലറികളിലേക്കും ആരാധകർ എത്തുന്നുണ്ട് എന്നത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് സൂപ്പർ ലീഗ് കേരള അങ്ങോട്ട് വ്യാപിക്കുകയാണ്. പുതുതായിട്ട് 3 ടീമുകൾ കൂടി സൂപ്പർ ലീഗ് കേരളയിലേക്ക് വരാൻ പോവുകയാണ് എന്നാണ് അറിയുന്നത്. പാലക്കാടിന്റെ കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. പാലക്കാട് നിന്നുള്ള SLK ടീം അടുത്ത സീസൺ മുതൽ ഉണ്ടായിരിക്കും. അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പാലക്കാടിനെ കൂടാതെ ഇങ്ങ് തെക്കൻ കേരളത്തിൽ കോട്ടയത്തിൽ നിന്നും, അത് കൂടാതെ അങ്ങ് വടക്ക് കാസർഗോഡ് നിന്നും മറ്റൊരു ടീമും കൂടി വരുന്നുണ്ട്. അതായത് ഉത്തമ പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ സൂപ്പർ ലീഗ് വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ ഒന്ന് ചീഞ്ഞാൽ അത് മറ്റൊന്നിന് വളമാകുന്നു എന്ന് പറയുന്ന പോലെ കേരളത്തിലെ ഫുട്ബോൾ വികാരത്തിനെ മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് സൂപ്പർ ലീഗ് കേരള അങ്ങോട്ട് പടന്ന് പന്തലിക്കുവാണ്. പാലക്കാട് നിന്നൊരു ടീം വരുന്നുണ്ട്, കോട്ടയത്ത് നിന്നൊരു ടീം വരുന്നുണ്ട്, പിന്നെ കാസർഗോഡ് നിന്നൊരു ടീം, കൊല്ലത്ത് നിന്നൊക്കെ ടീം ഉണ്ടായിരുന്നേ ഒന്ന് പൊളിക്കായിരുന്നു.